നാഷണൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് മ്യൂസിയത്തിലോട്ടുള്ള വേക്കൻസീസാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 2 പോസ്റ്റുകളാണുള്ളത്. ഒന്ന് ടെക്നീഷ്യൻ എ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റും പിന്നീട് ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 എന്ന് പറഞ്ഞൊരു പോസ്റ്റും. രണ്ടിലോട്ടും 6 വീതം വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ടെക്നീഷ്യൻ എയിലോട്ട് വരുന്നത് സെൻട്രൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ലബോറട്ടറിയിൽ 3 പോസ്റ്റും അതുപോലെ സയൻസ് സിറ്റിയിൽ 3 പോസ്റ്റും. ഇതിൻ്റെ ഒരു പേ സ്കെയിൽ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് 37,845 രൂപ പെർ മന്ത് സാലറി ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SSC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ വിത്ത് സർട്ടിഫിക്കറ്റ് ഫ്രം ITI ഓർ ഇക്വലൻറ്റ്. അതുകൂടാഞ്ഞിട്ട് ഒരു 1 ഇയർ എക്സ്പീരിയൻസും കാൻഡിഡേറ്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്. അല്ല 1 ഇയർ കോഴ്സാണ് നിങ്ങൾ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇയർ റെലവൻറ്റ് എക്സ്പീരിയൻസ് കാണിക്കണം. പിന്നീട് ഈ ഒരു തസ്തികയിലോട്ടുള്ള ഏജ് ലിമിറ്റ് നോട്ട് മോർ ദാൻ 35 ഇയേഴ്സ്, 35 വയസ്സിൽ കൂടാനായിട്ട് പാടില്ല. പിന്നീട് ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് 3 എന്ന് പറഞ്ഞൊരു വേക്കൻസിയാണ്. അത് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിൽ 3 പോസ്റ്റും പിന്നെ ദെൻകനാൽ സയൻസ് സെൻറ്റർ ഒഡീഷയിലോട്ട് 1 പോസ്റ്റും പിന്നെ കൊൽക്കത്തയിലുള്ള സയൻസ് സിറ്റിയിൽ 2 പോസ്റ്റുമാണുള്ളത്. അതിൻ്റെ ഒരു പേ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് 37,845 രൂപ പെർ മന്ത്. അത് കൊൽക്കത്തയിലാണെങ്കിൽ. ദെൻകനാലിലാണെങ്കിൽ 33,190. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പോരാഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് ഡ്യൂറേഷനിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ഹിന്ദി, ആ ഒരു ടൈപ്പിംഗ് സ്പീഡ് വേണം. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നോട്ട് മോർ ദാൻ 25 ഇയേഴ്സ്, 25 വയസ്സിൽ കൂടാൻ പാടില്ല. പിന്നീട് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് നമ്മുടെ ഗവൺമെൻറ് നോം അനുസരിച്ച് ബാക്കിയുള്ള ഏതൊരു തസ്തികയിലോട്ടുള്ള പോലെ തന്നെ SC ST OBCക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നീട് ഈ ഒരു തസ്തികയിലോട്ടുള്ള ഒരു ഫീ സ്ട്രക്ചറാണ് 885 രൂപയാണ് ഈ ഒരു തസ്തികയിലോട്ടുള്ള ഫീ സ്ട്രക്ചർ. 750 രൂപ ഫീ പ്ലസ് 135 രൂപ GST. അത്രയാണ് ഈ ഒരു തസ്തികയിലോട്ടുള്ള ഡീറ്റെയിൽസ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേ ഓൺലൈൻ ഫീ പേയ്മെൻറ്റും അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ 30/9/2024. സോ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഇത് വായിച്ച് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.